ബഹുമാനപ്പെട്ട അധ്യക്ഷൻ OCYM ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് വർഗീസ് കടവിൽ, ഉദ്ഘാടകൻ അഭിവന്ധ്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രോപ്പൊലിത്ത, പിന്നെ വേദിയിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് എല്ലാവരും പേരെടുത്ത് പറയേണ്ട. അപ്പം എല്ലാവരും അവരെ അഭിസംബോധന ചെയ്തതായിട്ട് കൂട്ടണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ചെങ്ങന്നൂർ അബു എബ്രഹാമാണ് എന്നെ വിളിച്ചത്. അപ്പോ ഞാൻ ഈ ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് വളരെ കുഞ്ഞുനാളിലേക്ക്, ഓർത്തഡോക്സ് എന്ന വാക്ക് എന്താണെന്ന് വളരെ കുഞ്ഞുനാളിലെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം മതചിന്തകളിൽ അധിഷ്ഠിതമായിട്ട് അടുക്കും ചിട്ടയുമുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ഓർത്തഡോക്സ് എന്ന്. കാരണം ഈ ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സ് ഉണ്ടല്ലോ പറയുന്നുണ്ട്, മുസ്ലിങ്ങളും വളരെ അടക്കും ചിട്ടയായിട്ട് ജീവിക്കുന്നവരെ അവർ പറയും നമ്മുടെ ഫാമിലി വലിയ ഓർത്തഡോക്സ് ആണ് എന്ന് പറയും. ഹിന്ദുക്കളും പറയും. എങ്ങനെ? അവരൊക്കെ ശ്രദ്ധിച്ചറിയാം, അടക്കും ചിട്ടയായിട്ട് ജീവിക്കുന്ന ആളുകളുടെ പൊതുവായ ഒരു പേരാണ്. ആ പേരിന് മാതൃകയായ ഈ സഭയിലെ അംഗങ്ങളെ വന്ന് അഭിസംബോധന ചെയ്യാൻ സന്ദേശം, ഞാൻ എന്ത് സന്ദേശം, നിങ്ങൾ ഇവിടെ ഞാൻ കയറി വരുമ്പോൾ തന്നെ അഭിവന്ധ്യ മെത്രോപ്പൊലിത്തയുടെ ഒരു കോട്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യുവജനങ്ങൾ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞിട്ട്. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിലെ യുവജനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവരെല്ലാവരും കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഉന്നത വിദ്യാഭ്യാസ 10ാം ക്ലാസ് കൂടി വന്ന ഡിഗ്രി കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകാൻ കാനഡ, UK, ഓസ്ട്രേലിയ, അയർലൻഡ്, പോർച്ചുഗീസ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ബാങ്ക് ലോൺ എടുത്തിട്ട് ഇവർ പോവുകയാണ് പല സ്ഥലങ്ങളിലും. ഞാൻ ഒരാഴ്ച ഞാൻ വീട്ടിൽ ഉറങ്ങിയില്ല. എൻ്റെ മോൻ പറഞ്ഞു എനിക്ക് കാനഡ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് വല്ലാത്ത ഭയപ്പാടായി. ഒന്ന് അകലെയുള്ള രാജ്യം, അവിടെ അത് മാത്രമല്ല, എൻ്റെ ചേട്ടൻ്റെ മകൻ ഗൾഫിലെ കുവൈറ്റിൽ. ചേട്ടൻ മരിച്ചിട്ട് ഒരു ദിവസമാണ് ചേട്ടൻ മോർച്ചറിലിരുന്നത്. ഞാൻ എങ്ങനെ തട്ടിപ്പോയാൽ ഈ കാനഡയിൽ 5-6 ദിവസം എനിക്ക് പേടിയാവും ഒറ്റയ്ക്കിരിക്കാനായിട്ട്. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് വല്ലാത്ത പേടിയായി. കാരണം ഇവൻ UK-ലോ കാനഡയിലോ പോയ 4-5 ദിവസമൊക്കെ ഇരിക്കാൻ, അതാണ് ഒന്നാമത്തെ പേടി എൻ്റെ. പിന്നെ അവൻ അവിടെ കിടന്ന് അനുഭവിക്കുന്ന നമുക്കറിയാം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ഒടുവിൽ ആള് മാറ്റി, അത് തീരുമാനം മാറ്റി. അതേപോലെ തന്നെ ഓരോ വീടുകളിലും കുട്ടികൾ കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചു, എന്താണ് ഈ നമ്മൾ യുവാക്കളാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട മെത്രോപ്പൊലിത്ത സ്വപ്നം കണ്ട നാളത്തെ സഭയുടെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള ആളുകൾ ഇവിടെ ഇല്ല, കാനഡയിലാണ്. നിന്നൊന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു ജസ്റ്റ് ആലോചിക്കുക, ഇവിടെ ഇല്ല. അവർ 7200 പേരാണ് ഈ എറണാകുളത്ത് അടുത്ത ദിവസങ്ങളിൽ നടന്ന മൈഗ്രേഷൻ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് പോകാൻ 7200 പേര് കഴിഞ്ഞ മാസമാണ്. അപ്പോൾ ഓരോ മാസവും ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. ഇവർ പോകുന്നു, ഇവർ പോയി കഴിഞ്ഞ് അവിടെ തന്നെ അവർ സെറ്റിൽ ചെയ്തൊരു കല്യാണം കഴിക്കും. അത് ഉറപ്പാ. കാരണം അവരുടെ ജീവിതം അവിടെയായി. അവിടെ അമ്മയും അച്ഛനും മരിക്കുന്നവരെ, ഒരുപക്ഷെ കൊല്ലത്തിലൊരിക്കൽ വന്നു, വന്നില്ല, വരും. അമ്മയച്ഛനും മരിക്കുന്നവരെ, മരിച്ചു കഴിഞ്ഞാൽ അവർ അവിടത്തുകാരായിട്ട് മാറും. പിന്നീട് വരിക പോലുമില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ നാടൊക്കെ ആളൊഴിഞ്ഞ വീടുകളുടെ ഒരു ശവപ്പറമ്പായിട്ട് മാറും. ഇന്ന് ആലോചിച്ച് നോക്കണത്. അവരിപ്പോ കാശ് തരുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്, അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണോ നമ്മൾ ജീവിച്ചു പോണത് തന്നെ. ലോട്ടറി, മദ്യം, പ്രവാസി, ഈ 3 സാധനം കൊണ്ട് ജീവിച്ചു പോണ ആൾക്കാർ മാന്യന്മാരാണ് നമ്മൾ എല്ലാവരും. അതാലോചിക്കണം. അപ്പോൾ ഈ പിള്ളേരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പിള്ളേരെ കുറ്റം പറയല്ല അങ്ങനെ പോകുന്നതിൽ. പക്ഷെ ഒരു വലിയൊരു
ശാപമാണത്. ഒഴിഞ്ഞ വീടുകളുള്ള ഒരു ശവപ്പറമ്പ് നമ്മുടെ കേരളമായി മാറും പിൽക്കാലത്ത്. കാരണം ഇവിടെ നിന്നാൽ എങ്ങനെയാ? നല്ലൊരു ജോലിയില്ല, നല്ല വിദ്യാഭ്യാസമില്ല. നല്ല വിദ്യാഭ്യാസം വേണമെങ്കിൽ പൈസ അധിക ചെലവ്, നല്ല ജോലിയില്ല. ഞാനൊരു ആശുപത്രി ചെന്നപ്പോൾ പല നേഴ്സുമാരായിട്ട് അവരായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് 20,000 രൂപ 15,000 രൂപയൊക്കെ ഉള്ളു നിങ്ങൾക്ക്. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ നിൽക്കണം, അവിടെ നിന്ന് അവർ ഹോസ്റ്റൽ ഫീ കൊടുക്കണം, അതിൻ്റെ ഫുഡിൻ്റെ അക്കോമഡേഷൻ ആൻഡ് ഫുഡ് അത് കൊടുക്കണം. അത് കേട്ട് നക്കാപ്പിച്ച പൈസ ഈ പാവങ്ങൾക്ക് 10-12 മണിക്കൂറും ജോലി ചെയ്യുന്ന പാവങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ മുതലിക്കുന്നത്? ഇല്ലേട്ടാ, ഞങ്ങളത് പുറത്തു പോകാൻ വേണ്ടി, കാരണം ഇവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആണ് നിൽക്കുന്നത്. അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് പോകും. അപ്പൊ നല്ല നേഴ്സുമാർ നമുക്കിവിടെ കിട്ടൂല. എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടി വരിക പിൽക്കാലത്ത്, ഇനിയുള്ള കാലത്ത്. ഞാൻ ഇപ്പോഴത്തെ കാലത്തല്ല പറയുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ ഉദാഹരണമാണ്. എൻ്റെ സഹോദരൻ്റെ മോൻ 15,000 രൂപക്കാണ് ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്നത്. നേഴ്സാണ്, BSc നേഴ്സാണ്. അവൻ വീടൊക്കെ പണയം വെച്ച് പോയി. ഇപ്പൊ കുവൈറ്റിലാണ്, 2.5 ലക്ഷം രൂപയാണ് മാസ ശമ്പളം. വ്യത്യാസം നോക്ക്, 20 ഇരട്ടി ശമ്പളമാണ്. നമ്മുടെ നാട്ടിൽ ശമ്പളമില്ല. പിന്നെ എന്തെങ്കിലും ഒരു പോട്ടെ, വിദ്യാഭ്യാസ പെട്ടിക്കടയിടാന്ന് വെച്ചാലോ 100,000 നൂലാമാല, ആ സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ്, മറ്റേ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ 100,000 ഉദ്യോഗസ്ഥന്മാരുടെ പീഡനം, രാഷ്ട്രീയക്കാരുടെ പിരിവ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇവിടെ 10 ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ പോകുന്നതിൻ്റെ ഒരു മറ്റൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. 10 ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതിൽ 3 ലക്ഷത്തി ഏകദേശം, കണക്ക് കൃത്യമല്ല എങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും, ഒരു 80 75 3,75,000 80 ആളുകൾ മാത്രമേ PSC ടെസ്റ്റിലൂടെ വന്നവരുള്ളൂ ഈ 10 ലക്ഷത്തിൽ. ബാക്കി 1 ലക്ഷം പേര് പ്രൈവറ്റ് സ്കൂളുകളിൽ വൻ കോഷൻ ഡിപ്പോസിറ്റ് കൊടുത്ത് സംഭാവന കൊടുത്തിട്ട് ടീച്ചേഴ്സ് ആയിട്ടുള്ളവരാണ്, ജോലിക്കാരായിട്ടുള്ളവരാണ്. അപ്പൊ ബാക്കിയുള്ള 5 ലക്ഷം പേര് താൽക്കാലിക ജോലിയിൽ കൂടി പിൻവാതിലൂടെ കയറി സ്ഥിരമായവരാണ്. അപ്പൊ പഠിച്ച് പാസ്സായി വന്നവന്റെ സ്ഥാനം എവിടെയാ? എത്ര പേരുണ്ട്? 3 ലക്ഷത്തി ചില്ലാൻ പേരുണ്ട്. 1/4 പേര് ഉള്ളൂ പഠിച്ച് പാസ്സായി വന്നവൻ. ബാക്കി കാശിന്റെ പുറത്തും പിൻവാതിലൂടെ കയറിയ ആളുകളാണ്. പിന്നെ എങ്ങനെ പോകാതിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന്? ഞാൻ അവരെ കുറ്റം പറയല്ല പറയാം. അതിനിവിടുത്തെ വ്യവസ്ഥിതി മാറേണ്ടതുണ്ട്. ഭരിക്കുന്നവർ, അതിപ്പോൾ ഒരാളെന്നല്ല ഞാൻ പറയണത്, മാറി മാറി ഭരിച്ച നാടാണ് നമ്മുടേത്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയം കാണരുത്. മാറി മാറി എല്ലാവർക്കും പങ്കിടുകയാണത്, അല്ലാണ്ട് ഒരാൾക്ക് മാത്രമൊന്നുമല്ല. നല്ല ഭരണാധികാരികൾ വരണം ഇവിടെ. നിങ്ങൾക്കറിയാം, എൻ്റെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ഉപ്പുമാവ് സ്കൂളിൽ LPS പറയുന്ന ഉപ്പുമാവ്, LPS സ്റ്റുഡൻസിന് ഉപ്പുമാവ് കൊടുക്കുമായിരുന്നു. അത് അമേരിക്കയുടെ കൊടുക്കുന്ന സേവ് എന്നവരൊരു പദ്ധതി പെടുത്തിയിട്ടുള്ള ഉപ്പുമാവാണ്. കാരണം നമ്മുടെ നാട് പട്ടിണിയാണ്. അപ്പോൾ അമേരിക്ക 3ാം കിട രാജ്യങ്ങൾക്ക്, ഏഷ്യൻ രാജ്യങ്ങൾക്ക് ചേരുള്ള 3ാം കിട രാജ്യങ്ങൾക്കൊക്കെ ഗോതമ്പ് കൊടുത്ത്, ആ ഗോതമ്പാണ് കൊച്ചുകുട്ടികൾക്ക് ആഹാരം വെച്ച് വിളമ്പിരുന്നത്. അത് കണ്ട് സങ്കടം തോന്നിയ ഇന്ദിരാഗാന്ധി MS സ്വാമിനാഥൻ എന്നൊരു സയന്റിസ്റ്റ്, അയാൾ മലയാളി ബന്ധമുള്ള ആളാണ് MS സ്വാമിനാഥൻ, അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് പറ്റില്ല, നമ്മൾ അന്യരാജ്യക്കാരുടെ പിച്ചപാത്രത്തിലേക്ക് ചെന്ന് വേണ്ടി ഭിക്ഷയ്ക്ക് വേണ്ടി യാചിക്കുകയല്ല, നമ്മുടെ രാജ്യത്ത് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുതന്നെ എന്തെങ്കിലും ആലോചിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് സയന്റിസ്റ്റുകളൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ ശ്രമഫലമായിട്ട് ഹരിത വിപ്ലവം വരികയും ഇന്ന് നമ്മുടെ നാട് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റിയെടുക്കുന്ന നാടാണ്. ഇന്ന് നമ്മൾ കൊച്ചുകുട്ടികളൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. അപ്പൊ അതുപോലുള്ള ഭരണാധികാരികൾ വന്ന് ആലോചിച്ച് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അല്ലാതെ ഒരു പാർട്ടി എന്നല്ല, എല്ലാ പാർട്ടിയും, ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ ആൾക്കാരെ കയറ്റും, അവർ മാറി മറ്റേ പാർട്ടി വരുമ്പോൾ മറ്റൊരാൾക്കാരെ കയറ്റും. പഠിച്ച് പാസ്സാവാൻ അവന്
ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്, കടല് കിടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മെത്രോപൊളിറ്റനോട് എനിക്ക് പറയാനുള്ളതാണ്, ഇതിന് എന്തെങ്കിലും അറുതി വരുത്താതെ അത് നാളത്തെ സമൂഹത്തിന് ഇപ്പോൾ ഈ ഭദ്രാസനത്തിന് തന്നെ ആ യുവാക്കൾ ഏറ്റെടുക്കാനായിട്ട് അവരോട് വേണം, അവർക്കതിനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈശ്വരന് മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി അദ്ദേഹത്തിന് വിട്ടുകൊടുത്തേക്കാണ്. പിന്നെ എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ, കാശുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നുകൂടങ്ങ്. നിങ്ങൾ കാശുണ്ടെങ്കിലോ പോയിട്ട് തിരിച്ചു വരണം. കാരണം അല്ലെങ്കിൽ ഇവിടെ മലയാളി നഷ്ടപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇവിടെ നിന്ന് പോയി നിങ്ങളുടെ കല്യാണം കഴിച്ച് നിങ്ങളുടെ മക്കൾ അവിടെ ജീവിക്കുന്നത് അവിടുത്തുകാരായിട്ടാണ്. നിങ്ങളുടെ മലയാളി ബന്ധം അവിടെ അറ്റുപോവുകയാണ്. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മമ്മൂട്ടിയുടെ കൂടെ ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഫ്ലോറിഡ എന്ന സ്ഥലത്ത്, അപ്പം എൻ്റെ ടീച്ചർ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, മകള് അവിടെയുണ്ട്. അപ്പം ഞാൻ ഫ്ലോറിഡ ചെന്നപ്പോൾ ടീച്ചറിൻ്റെ മകളുടെ വീട്ടിൽ ചെന്നു. ഒരു ദിവസം രാവിലെ അവളുടെ ഭർത്താവിൻ്റെ ബൈക്ക് എടുത്തിട്ട് വെറുതെ കറങ്ങാൻ ചെന്നപ്പോൾ നമ്മുടെ കോട്ടയത്തുള്ള കുറേ അച്ചായന്മാരൊക്കെ അവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ ചെന്നു, അവർക്ക് സന്തോഷമായി. കാരണം വെളുപ്പാങ്കാലമാണ്, ഒരു 6-7 മണിയായിട്ടുള്ള മഞ്ഞൊക്കെ ഇങ്ങനെ അങ്ങോട്ട് സ്നോയൊക്കെ ഇങ്ങനെ നിൽക്കണം. നല്ല സമയത്ത് ഇവർ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർ വിളിച്ച്, അവർക്ക് അത്ഭുതമായി എന്നെ കണ്ടപ്പോൾ. ഞാൻ ചെന്നു, അപ്പോൾ പറഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ തിരക്കി. അവരങ്ങനെ മെല്ലെ മെല്ലെ കുറേ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വന്ന കാലത്ത്, അമേരിക്കയിൽ വന്ന കാലത്ത് ഞങ്ങളുടെ എങ്ങനെ മക്കൾ കല്യാണാലോചിക്കുകയായിരുന്നു മോക്ക്. അപ്പോൾ അവർ ഓർത്തഡോക്സ് സഭയാണെങ്കിൽ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അത് ഓർത്തഡോക്സ് സഭ തന്നെ വേണം, അല്ലെങ്കിൽ ലാറ്റിനാണെങ്കിൽ പറയും ഇത് ലാറ്റിൻ സഭ തന്നെ വേണം എന്ന് നിർബന്ധമായിരുന്നു. അതിലൊരു മാറ്റം ഉണ്ടായില്ല. കാലം കുറച്ചുകൂടി കഴിഞ്ഞു, ക്രിസ്ത്യാനി ആയാൽ മതി, സഭ കുഴപ്പമില്ലെന്നായി. പിന്നെയും കാലം കൂടി കുറച്ചായി, മലയാളി ആണെന്ന് മതി, ജാതി കുഴപ്പമില്ലാണ്ടായി. കാലം കുറച്ചും കൂടി പുരോഗമിച്ചു, ഇന്ത്യക്കാരനായാൽ മതി. ഇനി വിധിക്കാരൻ നീഗ്രോസിനെ കല്യാണിക്കും, മക്കള് പ്രേമിച്ചിട്ട് നീഗ്രോസിനൊക്കെ. അപ്പൊ ഇന്ത്യക്കാരനായാൽ മതി. അപ്പൊ എന്നോട് അവസാനം പുള്ളി പറയുകയാണ്, സലീം ഇപ്പൊ എന്താണെന്നറിയാം പ്രാർത്ഥന, എൻ്റെ മോള് കല്യാണം കഴിക്കുന്നത് ഒരു ആണിനെ ആയാൽ മതി. നാളെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് പറയും, അച്ഛാ ഇതെന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് വരും എന്നൂരി. കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിദേശ സംസ്കാരങ്ങളൊക്കെ അപ്പാടി നമ്മൾ അനുകരിക്കരുത്. ഇത്രയൊക്കെ പോരെ സന്ദേശം? ഒരു സന്ദേശം കൂടി ഞാൻ തന്നിട്ട് പോയേക്കാം. ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ഇത് സന്ദേശം കേട്ട ന്യൂസ് പറയാൻ. ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിന് സമാധാനം പറ്റില്ല. ബഹുമാനപ്പെട്ട പിതാവേ, ഞാൻ അതും കൂടി പറയുന്നു. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കേൾക്കേണ്ടതാണ്. പലർക്കും അബദ്ധം പറ്റിയതാണ്. നമുക്ക് പല അസുഖങ്ങൾ വരും. ഞാൻ ഒരു അസുഖങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സാണ് ഞാൻ. അപ്പോൾ എന്നേക്കാൾ ഉപരി ഒരാളുമില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അത്ര അസുഖമുണ്ട് എനിക്ക് വലിയൊരു അസുഖം വന്നു. അസുഖം വന്നപ്പോൾ പറഞ്ഞ് എന്ത് രോഗത്തിനും ലിവർ ഡിസീസായിരുന്നു എനിക്ക്. എന്ത് അസുഖത്തിനും ഒറ്റപ്പാലത്തോട് വൈദ്യരുണ്ട്, നിർമ്മലാനന്ദഗിരി. എന്തസുഖം മാറ്റുമെന്ന് പറഞ്ഞു. അപ്പം സ്വാമിയാണ് പുള്ളി, ഈ പാരമ്പര്യ വൈദ്യന്മാരാണ്. അവിടെ ചെന്ന പറഞ്ഞു, ഈ നിലംപരണ്ട എന്ന് പറയുന്നൊരു ഇലയുണ്ട്, നിലംപരണ്ട, ഒരു ആയുർവേദിക് മെഡിസിനാണ്. അത് 51 ദിവസം കഞ്ഞിയിൽ ഇട്ട് കുടിക്കാൻ പറഞ്ഞു. 51 ദിവസത്തിന് 501 ദിവസം വരെ കഴിച്ച് ഒരു മാറ്റമില്ല. അപ്പൊ വേറൊരു പാരമ്പര്യ വൈദ്യൻ്റെ പേര് നിങ്ങൾ അറിയായിരിക്കും, മോഹനം വൈദ്യരി. എല്ലാവരും അറിയും, പേരെടുത്ത് പറയാം. കാരണം ഇപ്പൊ റെക്കോർഡ് ചെയ്യല്ലേ, ഞാൻ പോയിട്ട് എൻ്റെ കയ്യിൽ തെളിവുകളും എല്ലാം ഉള്ളതാണ്. എന്നെ കൊണ്ട് ഒരു പശു തിന്നണ പുല്ല് മുഴുവൻ തീറ്റിച്ചു.
അവസാനം ചാണാനിടുമെന്നുള്ള സംശയം വന്ന് അതേ അവസ്ഥ എത്തി. അത്ര പറമ്പിൽ കാണുന്ന സകല പുല്ലുകളും എന്നെ കൊണ്ട് തീറ്റിച്ച് ഒരു കുറവില്ല. കാരണം ബ്ലഡാണ് വൊമിറ്റ് ചെയ്യുന്നത് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇയാൾ അവസാനം പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അത് ചാകുമെന്ന് കണ്ടപ്പോ. അപ്പൊ പല ആളുകളും പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ അസുഖം കൊലയാളിയാണ് ഈ മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം വന്നാൽ ഒരിക്കലും നിങ്ങൾ ഈ പറഞ്ഞ പാരമ്പര്യ വൈദ്യന്മാരിത് പോകരുത്. അതിനൊക്കെ മരുന്നുണ്ടെന്ന് ഇംഗ്ലീഷ് മെഡിസിന്. പലരും കഷായം കുടിച്ച് മാറ്റും. അങ്ങനെ ഒരു കഷായത്തിനൊരു മഞ്ഞപ്പിത്തത്തെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറുന്ന മഞ്ഞപ്പിത്തങ്ങൾ ഒന്നും കഴിച്ചില്ലെങ്കിലും മാറും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന്. മഞ്ഞപ്പിത്തം പല ടൈപ്പുണ്ട്. ഒന്നും കഴിച്ചില്ല, ഫുഡ് ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്താൽ മാറുന്ന മഞ്ഞപ്പിത്തങ്ങളുണ്ട്. ആ മാറുന്ന മഞ്ഞപ്പിത്തങ്ങളെ ഈ കഷായം കഴിച്ചാലും മാറ്റാൻ പറ്റുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബി വന്നാൽ ഈ കഷായം കഴിച്ചാൽ മാറ്റാൻ പറ്റില്ല. അതിന് ഇംഗ്ലീഷ് മരുന്ന് വർഷങ്ങളോളം കഴിക്കണം, എന്നാലേ മാറുള്ളൂ. എൻ്റെ ഹെപ്പറ്റൈറ്റിസ് ബി മാറിയത് ഏകദേശം 4 കൊല്ലം മരുന്ന് കഴിച്ച പിന്നെയാണ്. അപ്പം അത്രയും നാൾ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കണം. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഈ മഞ്ഞപ്പിത്തം വരുമ്പോൾ വിചാരിച്ചോളൂ ലിവർ വീക്കായി തുടങ്ങി എന്നുള്ള ലക്ഷണമാണ്. അപ്പോൾ ഓട്ടൻ്റെ കൊടി നിങ്ങൾ ഡോക്ടറെ കൊണ്ടാ കാണിക്കണം. അങ്ങനെ ഇപ്പോൾ ഈ അടുത്തിടെ സംഭവിച്ചൊരു സംവിധായകന് പോലും അതാണ് പറ്റിയത്. അതാണ് ഇപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ട് 8 വർഷമായി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ഞാൻ ഇനിയൊരാൾക്കത് ഉണ്ടാകരുത്. നിങ്ങൾ ഈ പാരമ്പര്യ വൈദ്യന്മാരെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ തട്ടിപ്പും വെട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനു ചികിത്സിക്കും? ക്യാൻസറാ, മുള്ളൻചീര മറ്റേ ചീരയിൽ ഞെക്കി അമർത്തി കൊടുത്താൽ മതി. ഈ പാവങ്ങൾ വിശ്വസിക്കുന്നേ. അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഷുഗറിന് മരുന്നെന്ന് വെച്ച് പത്രത്തിൽ വരെ ഈ എന്താ നമ്മുടെ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ ഷുഗറിന് മരുന്ന്, അതിന് ആളുകൾ കാശ് കൊടുത്തയച്ചിട്ട് വാങ്ങിക്കുക. ഷുഗറിന് മരുന്ന് കണ്ടുപിടിച്ച അവന് നോബൽ പ്രൈസാ. ആ സ്ഥലത്താണ് കേരളത്തിൽ ഷുഗറിന് മരുന്നെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത്. സാക്ഷര സമ്പന്നരായ സ്ഥലത്ത് ഷുഗറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് വാങ്ങിച്ച് കഴിക്കുന്നതോ ഒക്കെ നല്ല MA കാരും BA കാരും ഒക്കെ. അതാണ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് മാറ്റുക. ഇന്ന് ഇതെല്ലാം വളരെ പുഷ്പം പോലെ എടുത്ത് മാറ്റും. പൈസ വേണം, പൈസ സംഭവമുണ്ട്, പൈസ വേണം. പക്ഷെ എന്നിരുന്നാൽ പോലും പൈസ ഉണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല ട്രീറ്റ്മെന്റ്. ഇല്ലാത്തവർ സർക്കാർ ആശുപത്രി പോയാലും ശരി ഇതേപോലെ കള്ളന്മാരിന്ന് പെടരുത്. നമ്മളെ കുടുംബം വരമ്പിപ്പിക്കുക. ഇതാണ് എനിക്ക് തരാനുള്ള മറ്റൊരു സന്ദേശം. അസുഖം അത് കൂടപ്പുറപ്പാണ്, നമ്മുടെ കൂടപ്പുറപ്പാണ് അസുഖങ്ങളൊക്കെ എല്ലാം. അപ്പം നല്ല ഡോക്ടർമാരുണ്ട്. ഈ പത്രത്തിൽ പറഞ്ഞ് ഫേസ്ബുക്കിലൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി പാലക്കാട്ടിൽ നിന്ന് വരുന്ന പറഞ്ഞേക്കാണ്. അപ്പം നല്ല ഡോക്ടർമാർക്ക് ആക്കും പരസ്യവും ഒന്നും വേണ്ട, അവിടെ ചോദിച്ചെത്തിക്കുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ വാർത്തയിൽ വന്ന് ഇടയ്ക്കൊന്ന് അറിയിപ്പിക്കാൻ പറയുകയാണ്. നിങ്ങളിരിക്കുന്ന കസേരയുടെ വലത് കാലിൽ യുവജന പ്രസ്ഥാനം അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് 4 പേർക്ക്. സി സിനിമാസിൽ പോയി ഫ്രീ ആയിട്ട് സിനിമ കാണാം. 4 പേർക്കാണ് സമ്മാനമുള്ളത്. എത്രയും വേഗം നോക്കിക്കോ. സി സിനിമാസിൽ ചിരി ചിപ്പി ചിമ്മി ഒരാഴ്ച സമയമുണ്ട്. ഇഷ്ടമുള്ള സിനിമ കാണാം. കിട്ടിയവർ എഴുന്നേറ്റ് നിൽക്കണേ. വോളണ്ടിയേഴ്സ് അവിടെ കൊണ്ടൊന്ന് കൂപ്പൺ തരുന്നതായിരിക്കും. കിട്ടിയവർ എഴുന്നേറ്റ് നിൽക്കണേ. 4 പേർക്കാണ് സമ്മാനം. സ്പോൺസർ ചെയ്തിരിക്കുന്നത് സി സിനിമാസ് ആണ്. നിങ്ങൾ ഇരിക്കുന്ന കസാരയുടെ വലത് കാലിലാണ് നോക്കേണ്ടത്. ഇതാണ് ഞാൻ പറയുന്നത്. മലയാളികൾ ഇതാണ്. ഒരു വാർത്ത കേട്ട അതിന്റെ പുറകെ അങ്ങോട്ട് പോകും. ഭയങ്കര കയ്യടിയോടുകൂടി ആനയിച്ച ഞാനാണ്. എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അതിന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ അയാളൊന്ന് പറഞ്ഞയച്ചിട്ട് നമുക്ക് നമ്മുടെ കസേരയല്ലേ എന്ന് നോക്കാന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? ഇത് താൻ മലയാളി. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാണ്. എല്ലാവർക്കും സർവശക്തൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ അഭിവന്ധ്യ മെത്രോപ്പൊലിത്തയുടെ പ്രാർത്ഥന പോലെ നിങ്ങളെല്ലാം ഈ സഭയെ നാളെ നയിക്കേണ്ട നേതാക്കളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യുവാക്കളെ ഇരുത്തി ചിന്തിപ്പിച്ച പ്രഭാഷണം നടത്തിയ അതുല്യ കലാകാരന് ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ സ്നേഹ ആദരവ് മെമന്റോ നൽകി തിരുമനസ് ആദരിക്കുന്നു.